ഹലോ ഗൈസ്, ബാക്ക് ടു അവർ വീഡിയോ. ബെൽജിയത്തിൽ വർഷത്തിൽ 2 മാസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മർ ഫെസ്റ്റ് കാണാൻ പോയാലോ? അത് ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ്. ആൻഡ്വേർപ്പ് സെൻട്രലിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാറി സ്പോർട്സ് പാലസ് എന്ന ഏരിയയിലാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. ഞങ്ങൾ 7 മണി കഴിഞ്ഞപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. യൂറോപ്പിൽ ഇപ്പോൾ സമ്മറാണ്, അതുകൊണ്ട് തന്നെ ഇരുട്ടാണെങ്കിൽ 10 മണി കഴിയും. ഞങ്ങളങ്ങനെ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുമുണ്ട്. ബെൽജിയത്തിൽ കൂടുതലും മഞ്ഞും മഴയും തന്നെയാണ്, അതുകൊണ്ടാണ് വർഷത്തിൽ 2 മാസം മാത്രം ഇവിടെ ഇങ്ങനൊരു ഫെസ്റ്റ് നടക്കുന്നത്. ഈ ഫെസ്റ്റ് കാണാൻ വരുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് കേട്ടോ. ബെൽജിയത്ത് ഏറ്റവും കൂടുതൽ വന്നു പോകുന്നത് ടൂറിസ്റ്റുകളാണ്. നമ്മുടെ നാട്ടിലെ വണ്ടർലയിലൊക്കെ ഉള്ള പോലെ ഒരുപാട് വെറൈറ്റി റൈഡുകളും ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിലൊക്കെ കാണുന്ന പോലെയുള്ള ഗൺ ഷൂട്ടൗട്ടും ബാസ്കറ്റ് ബോൾ ത്രോയും എല്ലാം ഇവിടെയും കാണാൻ സാധിച്ചു. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏതെങ്കിലും ഒരു റൈഡിൽ തീർച്ചയായും കയറും എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. ഈ റൈഡുകളിലെല്ലാം കയറി കിളി പോയി ഇറങ്ങി വരുന്ന ആൾക്കാരെയും കണ്ടപ്പോൾ ആ ആഗ്രഹം വേണ്ടാന്ന് വെച്ചു. എന്തിനാ വെറുതെ തടി കേടാക്കുന്നത്? ഇതുപോലെയുള്ള പല റൈഡുകളും നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിനൊക്കെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ? ഇവിടെ എല്ലാവർക്കുള്ള റൈഡുണ്ട് കേട്ടോ. ഫാമിലിയായി വന്ന് വീക്കെൻഡെല്ലാം അടിപൊളിയായി ആഘോഷിച്ചാണ് ഇവർ പോകുന്നത്. ഈ കാണുന്ന റൈഡിലെല്ലാം കയറിയുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഫുഡ് കോർട്ടിൻ്റെ ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. വർഷത്തിൽ 2 മാസം ഇവിടെ ആഘോഷങ്ങളാണ് കേട്ടോ. ഈ 2 മാസം കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെ. ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ ഇവരിങ്ങനെ പല പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. എന്തെങ്കിലും വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് സ്ഥിരം മേടിക്കാറുള്ള ഫ്രഞ്ച് ഫ്രൈസാണ് ഞങ്ങൾ ഇത്തവണയും ഓർഡർ ചെയ്തത്. എവിടെ പോയാലും ഫ്രഞ്ച് ഫ്രൈസ് അത് ഞങ്ങൾക്ക് മസ്റ്റാണ്. ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി കഴിച്ചുകൊണ്ട് ഇനി നേരെ ഞങ്ങൾ പോകുന്നത് റൂമിലേക്കാണ് കേട്ടോ. ഈ ആഴ്ചത്തെ വീക്കെൻഡും ഇതോടുകൂടി തീർന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.